അധ്യായത്തിൽ 6 മുതലുള്ളതായ വാക്യങ്ങൾ. യഹോവയുടെ മുമ്പാകെ കടന്ന് ഘോഷിച്ചതെന്തെന്നാൽ, പുറപ്പാട് പുസ്തകം 34 അധ്യായം 6 വാക്യം. യഹോവ അവന്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചതെന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ കൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. എന്നാറേ മോശം ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീട് നമസ്കരിച്ചു, കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യയെ നടക്കണമേ. ഇത് ദുശാഠ്യമുള്ള ജനം തന്നെയെങ്കിലും ഞങ്ങളുടെ ഏകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ അരുളിച്ചതെന്തെന്നാൽ, ഞാനൊരു നിയമമുണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിനെ സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. പാപങ്ങൾ അകൃത്യങ്ങൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, തലമുറകളോളം അത് സന്ദർശിക്കുവാൻ വേണ്ടി. ദാവീദിന്റെ ആവശ്യപ്പെടുന്ന ആധാരം, എൻ്റെ കരുണയുടെ ദൂരത്തിന് പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എനിക്ക് വേണ്ടുന്നത് ആ പാപമോചനമാണ്. ബാക്കി എന്തിനേക്കാൾ ഉപരിയായിട്ട് ദാവീദിനറിയാം അവൻ ചെയ്ത പാപം എത്ര കഠിനമാണ്. അത്ര കഠിനമായ പാപം ചെയ്ത് ദാവീദാണ് ആവശ്യപ്പെടുന്നത് പാപമോചനത്തിന്. ആ പാപമോചനം എനിക്ക് നൽകണമേ. വേറെ ഒന്നും കാര്യം എനിക്ക് വേണ്ട. നിന്റെ കരുണയുടെ ദൂരത്തിന് പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്നെ നന്നായിട്ട് എന്നെ ഏർക്കും പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. He requests only for forgiveness, for the remission of sins. പാപങ്ങളുടെ വിമോചനമാണ് ആഗ്രഹിക്കുന്നത്. കോപ്പർനിക്കസ് എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, നമുക്കറിയാം. കോപ്പർനിക്കസ് അദ്ദേഹം ഒരു വലിയ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു, വലിയ മാത്തമാറ്റീഷ്യനായിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ താളങ്ങളെക്കുറിച്ച്, ഇതിൻ്റെ കറക്കങ്ങളെക്കുറിച്ചൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആളായിരുന്നു. ഇത്രമാത്രം ഭംഗിയായിട്ട് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതും ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിയിട്ടുള്ള ആളെന്ന് അറിയില്ല. ലോക ചരിത്രത്തിൽ തന്നെ അതുല്യമായ വ്യക്തിത്വമാണ് കോപ്പർനിക്കസിൻ്റേത്. ആ കോപ്പർനിക്കസ് ഈ പ്രപഞ്ചവും ഈ ഭൂമിയല്ല ഇങ്ങനെ കറങ്ങുന്നെന്നും ഇതിൻ്റെ താളത്തിനനുസരിച്ച് സൗരയൂഥത്തെക്കുറിച്ചും അതിൻ്റെ വിവരണങ്ങളെക്കുറിച്ചും ഒക്കെ ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ള ആളാണ് കോപ്പർനിക്കസ്. അദ്ദേഹം മരിക്കുന്ന സമയമാണ് വലിയ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തെ പോലെ പണ്ഡിതനായിട്ടുള്ള ഒരാൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നില്ല. റവല്യൂഷൻ ഓഫ് ഹെവൻലി ബോഡീസ് എന്ന് പറയുന്നതായ ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. റവല്യൂഷൻ ഓഫ് ഹെവൻലി ബോഡീസ്, അതായത് ഈ ഗോളങ്ങളുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ, യൂണിവേഴ്സിൻ്റെ തിരുക്കം, കറക്കം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അത് എഴുതുന്നത്. അങ്ങനെ എഴുതിയിട്ടുണ്ട്, റവല്യൂഷൻ ഓഫ് ഹെവൻലി ബോഡീസ്. അദ്ദേഹം മരിക്കാറായപ്പോഴാണ് ഈ റവല്യൂഷൻ ഓഫ് ഹെവൻലി ബോഡീസ് പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അത് പബ്ലിഷേഴ്സ് അത് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് കൊടുക്കുന്നുള്ള അദ്ദേഹം അത് കാണുകയും ചെയ്യുന്നു. എങ്കിലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ റവല്യൂഷൻ ഓഫ് അപ്പോഴത്തേക്ക് അദ്ദേഹം ഡെത്ത് ബെഡിലായി. ആ അവസരത്തിൽ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്കൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. മരിച്ചു കഴിയുന്ന ഉടനെ ആളുകൾ തമ്മിൽ ആവശ്യപ്പെട്ടു, വി ഷുഡ് റൈറ്റ് ഓൺ യുവർ ടോം സ്റ്റോൺ, അതായത് അവിടുത്തെ ആ കല്ലറയിൽ എഴുതണം, ഇയാളെക്കുറിച്ചുള്ള ശ്രേഷ്ഠത മുഴുവൻ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെക്കുന്നോടെ റവല്യൂഷൻ ഓഫ് ഹെവൻലി ബോഡീസ് എന്നുള്ള പുസ്തകം ഇദ്ദേഹം രചിച്ചെന്നും വലിയ ശാസ്ത്രജ്ഞനായിരുന്നെന്നും ഒക്കെ ടോം സ്റ്റോണിൽ എഴുതി വെക്കണമെന്ന് ഇവൻ്റെ ശിഷ്യന്മാരാവശ്യപ്പെട്ടു, കോപ്പർനിക്കസിൻ്റെ ശിഷ്യന്മാരാവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, ഒരു വാചകം അവർക്ക് എഴുതി കൊടുത്തു. ആ വാചകം മതി ആ കല്ലറയിൽ വെക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാചകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ എഴുതണമെന്ന് അദ്ദേഹം പറഞ്ഞ, അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം വാചകങ്ങളായിട്ട് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന എഴുതി വെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഡു നോട്ട് സീക്ക് എ കൈൻഡ്നെസ് ഈക്വൽ ടു ദാറ്റ് ഗിവൻ ടു പോൾ. പൗലോസിന് കൊടുത്തതുപോലെയുള്ള ഒരു കരുണ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡു നോട്ട് സീക്ക് എ കൈൻഡ്നെസ് ഈക്വൽ ടു ദാറ്റ് ഗിവൻ ടു പോൾ. പൗലോസിന് കൊടുത്തതുപോലെയുള്ള ഒരു കരുണയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നോർ ഡു I ask the grace granted to Peter, nor do I ask the grace granted to Peter. അതുമല്ല, പത്രോസിന് കൊടുത്തതായ ഒരു കൃപയുമല്ല എനിക്ക് വേണ്ടുന്നത്. പൗലോസിന് കൊടുത്തതായ കാരുണ്യവും എനിക്ക് വേണ്ട, പത്രോസിന് കൊടുത്തതായ കൃപയും എനിക്ക് വേണ്ട. I do not seek a kindness equal to that given to Paul.
nor do I ask the grace granted to Peter, but എന്താ പിന്നെ വേണ്ടിയത്? കോപ്പർനിക്കസ് ദൈവത്തോട് ചോദിക്കുന്നത് വലിയ ആളാണ്. അദ്ദേഹം ചോദിച്ചത് but that forgiveness which thou didst grant to the robber, വലത്തുഭാഗത്തെ കള്ളന് കൊടുത്തതായ ആ മോചനം, അതാണ് എനിക്ക് വേണ്ടത്. That forgiveness which thou didst grant to the robber, that earnestly I crave. ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വലത്തുഭാഗത്തെ കള്ളന് കൊടുത്തതായ മോചനമാണ്. That forgiveness which thou didst grant to the robber, that earnestly I crave for. That forgiveness, ദൈവത്തിൽ നിന്നുള്ളതായ ആ മോചനം ദാവീദ് രാജാവ് ആഗ്രഹിക്കുന്ന അതാണ്. റെമിഷൻ ഓഫ് ഹിസ് സിൻസ്, പാപത്തിൽ നിന്നുള്ളതായ പൂർണ്ണമായ മോചനം. ഈ സങ്കീർത്തനത്തിൽ ആദ്യമേ ദാവീദ് രാജാവ് ആവശ്യപ്പെടുന്നത് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ പ്രവർത്തന പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴിയും എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ.